ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ അടുത്ത അനുയായിയും മുൻ ചൈനീസ് വ്യോമസേന ജനറലുമായ ഷു കിലിയാങ് അന്തരിച്ചു. ചൈനയുടെ പ്രതിരോധ മന്ത്രാലയം നൽകിയ വിവരമനുസരിച്ച് ഷു കിലിയാങ്ങിന് 75 വയസ്സായിരുന്നു. ബീജിംഗിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. ഷു കിലിയാങ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ വലം കൈയായിരുന്നു. തന്ത്രങ്ങൾ മെനയുന്നതിൽ എപ്പോഴും പ്രസിഡന്റിന്റെ കൂട്ടായിരുന്നതും ഇതേ വ്യക്തിയായിരുന്നു. ഷീ ജിൻപിങ്ങിന്റെ ആദ്യ ഭരണകാലത്ത് ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ സൈനിക വിഭാഗമായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ മേൽനോട്ടം വഹിക്കുന്ന ബോഡിയുടെ ഡെപ്യൂട്ടി കമ്മീഷണറായും ഷു കിലിയാങ്ങിനെ നിയമിച്ചിരുന്നു. ചൈനയിൽ ഉന്നത സ്ഥാനത്തെത്തിയ ശേഷം ഷു കിലിയാങ് കേന്ദ്ര സൈനിക കമ്മീഷന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ വലിയ സ്വാധീനം സ്ഥാപിച്ചിരുന്നു. അതേസമയം ചൈനയുടെ പ്രതിരോധ മന്ത്രാലയം രാജ്യത്തിന്റെ മുൻ വ്യോമസേന ജനറൽ ഷു കിലിയാങ്ങിനെ പ്രശംസിച്ചു. ഷു കിലിയാങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയിലെ അംഗവും വിശ്വസ്തനായ കമ്മ്യൂണിസ്റ്റ് സൈനികനും സൈനിക തന്ത്രജ്ഞനും പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ മികച്ച നേതാവുമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് പ്രതിരോധ മന്ത്രാലയം ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. എന്നാൽ ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാന് പിന്തുണ നൽകിയ ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഇദ്ദേഹത്തിന്റെ മരണത്തിലൂടെ സംഭവിച്ചത്. ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച പാകിസ്ഥാനെ അടിച്ചമർത്തിയതിനോടൊപ്പം ചൈനീസ് പ്രസിഡന്റിന്റെ വലം കൈയും കരുത്തുമായ വ്യോമസേന ജനറലിന്റെ മരണം ചില നിഗൂഢ ശക്തികൾക്കുള്ള കനത്ത തിരിച്ചടിയാണെന്ന് പലരും ആരോപിക്കുന്നുണ്ട്. വ്യോമസേന ജനറലായ ഷു PLA ജനറൽ സ്റ്റാഫിന്റെ ഡെപ്യൂട്ടി ചീഫും വ്യോമസേനയുടെ കമാൻഡറുമായിരുന്നു. കൂടാതെ 2012-നും 2022-നും ഇടയിൽ സെൻട്രൽ മിലിറ്ററി കമ്മീഷന്റെ വൈസ് ചെയർമാനും ആയിട്ടും സേവനമനുഷ്ഠിച്ചു. പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ പ്രധാന കമാൻഡ് ബോഡിയായ CMCയുടെ ആദ്യ വൈസ് ചെയർമാനായിരുന്നു. അദ്ദേഹം കരസേനയിൽ നിന്നല്ല വന്നത്. സായുധ സേനയുടെ വിവിധ ശാഖകളിൽ ചൈനീസ് സൈന്യം കൂടുതൽ ഊന്നൽ നൽകുന്നതിന്റെ പ്രതീകമായിരുന്നു അദ്ദേഹം. ഒരു ചരമക്കുറിപ്പിൽ സ്റ്റേറ്റ് വാർത്താ ഏജൻസിയായ സിൻഹുവ ഷുവിനെ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ മികച്ച നേതാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. കിഴക്കൻ പ്രവിശ്യയായ ഷാൻഡോങ്ങിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഷു 16-ാം വയസ്സിൽ വ്യോമസേനയിൽ ചേർന്നു. 1984-ൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായതിന്റെ 35-ാം വാർഷികത്തോടനുബന്ധിച്ച് ടിയാനൻമെൻ സ്ക്വയറിലെ ഒരു ഫ്ലൈ ഓവറിൽ പങ്കെടുത്തു. 2007-ൽ CMCയിൽ വ്യോമസേന മേധാവിയായി ഷു ചേർന്നു. 2012-ൽ അദ്ദേഹത്തെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം നൽകി. ആർമി ജനറൽ ഫാൻ ചാങ്ലോങ്ങിന് തൊട്ടു താഴെയുള്ള റാങ്ക് 2017-ൽ CMCയുടെ 1-ാം റാങ്കിലുള്ള വൈസ് ചെയർമാനായി ഷു സ്ഥാനക്കയറ്റം ലഭിച്ചു. ചൈനീസ് സൈന്യത്തിലെ ഏറ്റവും മുതിർന്ന യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥനായി. കമ്മീഷന്റെ അധ്യക്ഷനായ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന് തൊട്ടു പിന്നാലെ 2012-നും 2022-നും ഇടയിൽ അദ്ദേഹം 25-അംഗ എലൈറ്റ് പോളിറ്റ് ബ്യൂറോയിലെ അംഗം കൂടിയായിരുന്നു. കൂടാതെ സൈനിക പരിഷ്കരണത്തിന് ഉത്തരവാദികളായ ഒരു ഗ്രൂപ്പിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു. 2022-ൽ അദ്ദേഹത്തിന് പകരം CMC പോളിറ്റ് ബ്യൂറോ സ്ഥാനങ്ങൾക്ക് ഷാങ് യുക്രിസ ഏറ്റെടുത്തു. PLAയുടെ നവീകരണത്തിനായിരുന്നു ഷു ആവർത്തിച്ച് ആഹ്വാനം ചെയ്തു. 2020-ൽ പീപ്പിൾസ് പബ്ലിക്കേഷൻസ് ഹൗസിന് വേണ്ടി എഴുതിയ ഒരു ലേഖനത്തിൽ ചൈനീസ് സൈന്യം സംഘർഷങ്ങളോട് പ്രതികരിക്കുന്നതിനു പകരം സൈനിക തന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ കൂടുതൽ മുൻകൈ എടുക്കുക സമീപനം സ്വീകരിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ചൈന കാലത്തിനനുസരിച്ച് നീങ്ങുകയും പരസ്പരബന്ധിതമായി നവീകരണം കൈവരിക്കുന്നതിന് സ്മാർട്ട് സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിന് ഊന്നൽ നൽകുകയും വേണം. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. 2021 മാർച്ചിൽ തുസിഡിസിസ്, കെണി അതിർത്തി പ്രശ്നങ്ങൾ എന്നിവയെ അഭിമുഖീകരിക്കുമ്പോൾ ചൈനീസ് സൈന്യം അതിന്റെ ശേഷി വർദ്ധിപ്പിക്കൽ വേഗത്തിലാക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. 2018-ൽ അന്നത്തെ US പ്രതിരോധ സെക്രട്ടറിയായ ജെയിംസ് മാറ്റിസിനെ ബീജിംഗിൽ കണ്ടുമുട്ടി. ഒരു മുതിർന്ന CMC കമാൻഡറും പെന്റഗൺ മേധാവിയും തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ചയായിരുന്നു അത്. ഇന്ത്യൻ ജനത മറ്റൊരു കാര്യം കൂടിയാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നത്. ഇന്ത്യയെ തൊട്ടു കളിച്ചേക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാൻ ഭീകരവാദത്തോടൊപ്പം കൂട്ടുനിൽക്കുകയോ ചെയ്താൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാം. ചൈനീസ് പ്രസിഡന്റിന്റെ കരുത്തും ശക്തിയും വഴികാട്ടിയുമാണ് ഇപ്പോൾ ഈ ലോകം വിട്ടു പോയിരിക്കുന്നത്. അക്രമവും ഭീകരവാദവും അഴിച്ചുവിടുന്ന എല്ലാ രാജ്യങ്ങൾക്കുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കാം ഇതെല്ലാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.